ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെറ്റ്സ് ഗോ വിത്ത് ഗോപിക. അപ്പം ഞങ്ങൾ എങ്ങടാ ഇതോ പോണത്? ഞങ്ങൾ ഹാലിഫാക്സ് പോവാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകാൻ പോവാണ്. എന്താ പ്ലാൻ എന്നൊന്നും എനിക്കും അറിയില്ല. ഇനി ഓൺ ദ വേ എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് എന്തായാലും കൺഫേം ചെയ്തിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. ഞങ്ങൾ പോകുന്നത് പെഗീസ് കോവ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്കാണ്. ഞാൻ അവിടെ പോയിട്ടില്ല. ഇവരെല്ലാവരും ഇതിൻ്റെ മുന്നേ പോയിട്ടുള്ളവരായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് സ്ഥലം. അപ്പം ഞാൻ എത്തിയിട്ട് കാണിക്കാം. ഓൺ ദ വേ ഞങ്ങൾ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ KFC കയറി ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് ഫുഡ് കഴിച്ചു. ഇതെൻ്റെ ഫ്രണ്ടാണ്. ആളുടെ പേര് സുമയ്യ എന്നാണ്. ബംഗ്ലാദേശാണ് ആളുടെ സ്ഥലം. പക്ഷെ ആൾ നന്നായി ഹിന്ദി പറയും. പക്ഷേ ഹിന്ദി എനിക്കറിയാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇംഗ്ലീഷിൽ തന്നെയാണ് സംസാരിക്കാറ്. ഞങ്ങളെല്ലാവരും അപ്പോൾ ഇംഗ്ലീഷിൽ തന്നെയാണ് പൊതുവെ സംസാരിക്കുക. അപ്പോൾ ഞാൻ പലപ്പോഴും വിചാരിക്കും ചെറുപ്പത്തിൽ ഹിന്ദി സംസാരിക്കണമായിരുന്നു എന്ന്. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ടാണ് ഹിന്ദി പഠിക്കാതിരുന്നതെന്ന്. ഇപ്പോൾ സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്ക് സ്റ്റിൽ സംസാരിക്കാൻ അറിയില്ല. വളരെ കുറച്ച് മാത്രം മനസ്സിലാവും, അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നേ പിന്നെ കുറേ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഭൂരിഭാഗം പേർക്കും ഹിന്ദി നന്നായിട്ട് അറിയാം. അത് എക്സെപ്ഷനാണ് ഞാനും ഇതും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും അറിയില്ല. ഞങ്ങളിവിടുന്ന് പുറപ്പെടുന്ന സമയത്ത് ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ പറന്നു പോകുന്ന രീതിയിലുള്ള കാറ്റായിരുന്നു. പക്ഷെ ഓൺ ദ വേ അത്ര ഇത് തോന്നിയില്ല. അവിടെ വെതർ നോക്കിയപ്പോൾ ഇത് ഹാലിഫാക്സിലാണ്. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അത്രയും വിൻഡിയായിട്ട് കണ്ടില്ല. അപ്പോൾ കുറച്ച് നല്ല വെതർ ആവുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോണത്. Guys to our channel. Yes. Please subscribe. Otherwise I will curse you. ഇത് ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല കേട്ടോ. അവരെന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞതാ. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതിനൊക്കെ. അതൊരു പോസിറ്റീവ് കാര്യമായിരുന്നു. ഫുൾ ത്രൂ ഔട്ട് വീഡിയോ എടുക്കുമ്പോഴെല്ലാവരും ഇങ്ങനെ ഓരോന്നൊക്കെ വന്ന് സംസാരിക്കുമായിരുന്നു. പക്ഷെ കാറ്റ് കൊണ്ട് സംസാരിക്കുന്ന ഒന്നും കേൾക്കാണ്ടായില്ല. പിന്നെ ഇല്ലെങ്കിലും മൈക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇറങ്ങിയപ്പോൾ അത്ര കാറ്റൊന്നും തോന്നാത്തതുകൊണ്ട് പിന്നെ ഞാൻ ജാക്കറ്റ് കാറിൽ വെച്ചിട്ടാണ് ഫ്രണ്ടിലേക്ക് വന്നത്. ഇനി അതും ഇട്ട് നടക്കണ്ടേന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ തീരുമാനം തെറ്റായിരുന്നു. എന്നോട് എൻ്റെ കൂടെ ഉള്ളവനാണ് പറഞ്ഞത് അത്ര പ്രശ്നമൊന്നുമില്ല ജാക്കറ്റ് ഇടണ്ടാന്ന്. ആ വാക്കും കേട്ടിട്ടാണ് ഞാൻ ജാക്കറ്റ് ഇടാതിരുന്നത്. പക്ഷെ ഭയങ്കര കാറ്റ്, പറഞ്ഞാൽ ഭയങ്കര കാറ്റായിരുന്നു. ഞാനിപ്പോൾ ഈ സംസാരിക്കുന്നത് ഒന്നും ഓഡിയോ കേൾക്കാനേ ഇല്ല, നല്ല ഈ കാറ്റിൻ്റെ സൗണ്ട് കൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പെഗീസ് കോവ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. നോവാസ്കോഷ്യയിലെ ഹാലിഫാക്സിൽ നിന്ന് ഒരു അപ്രോക്സിമേറ്റ്ലി 45 മിനിറ്റ് സൗത്ത് വെസ്റ്റ് ആയിട്ടാണ് ഈ പെഗീസ് കോവ് എന്ന് പറയുന്ന ഈ ഫിഷിംഗ് വില്ലേജ് വരുന്നത്. അവിടെ ഒരുപാട് സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ ഫിഷിംഗ് സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ മിക്കതും ക്ലോസ്ഡ് ആയിരുന്നു. സ്പ്രിങ് തുടങ്ങുന്നല്ലേ ഉള്ളൂ. സമ്മറിലാണ് അവിടെ കുറച്ചുകൂടെ എല്ലാ കടകളും ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ മിക്കതും ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് അതൊന്നും കാണാനും വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പക്ഷേ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. സമ്മറിൽ എന്തായാലും ഒന്നുകൂടെ അവിടെ പോയിട്ട് അതെല്ലാം വീഡിയോ എടുത്ത് ക്യാപ്ചർ ചെയ്ത് നിങ്ങളെല്ലാവരും ഞാൻ കാണിക്കാം. Hello everybody. We are at the Peggys Cove in Halifax. And Gopika is not wearing any jacket. Yes. Because I told her it's going to be very nice and quiet. And I'm freezing to death now. And apart from Gopika, everybody has their own sweater and jacket. Yes. Show everybody the view. മര്യാദയ്ക്ക് ഞാൻ കാറിന്ന് ജാക്കറ്റ് എടുത്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു അവിടെ നൈസ് ആൻഡ് ക്വയറ്റാണ്, നീ ജാക്കറ്റൊന്നും എടുക്കേണ്ടി വരില്ല, അത്യാവശ്യം അത്ര കാറ്റൊന്നുമില്ല, നല്ല വെതറാണെന്ന്. അവൻ്റെ വാക്കും കേട്ട് ജാക്കറ്റ് എടുക്കാതെ ഞാൻ ഇറങ്ങിയിട്ട് അവിടെ ഞാൻ മാത്രം ജാക്കറ്റോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഹുഡി പോലും ഇടാത്ത ഒരാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവർക്ക് എല്ലാവരുടെ കയ്യിലും ജാക്കറ്റും ഉണ്ട്. എല്ലാവരും അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷനുള്ള ഡ്രസ്സ് ഇട്ടായിരുന്നു. എന്തായാലും തിരിച്ചത്രയും നടന്നു പോയി കാറിന്ന് ജാക്കറ്റ് എടുത്തിട്ട് വരാനും വയ്യായിരുന്നു. അപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് നടന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നടക്കാൻ. ഞാൻ ആ കാറ്റിൻ്റെ ഡയറക്ഷനിൽ ഇങ്ങനെ പോവുമായിരുന്നു.
പിന്നെ കുറച്ച് ദുർഘടം പിടിച്ചപ്പോൾ അതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഒരു അറ്റം വരെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. സുമയ്യനെ എല്ലാവരും മൗ എന്നാട്ടോ വിളിക്കുക. അവൾ ഓൾറെഡി ഇവിടെ 2-3 വട്ടം വന്നിട്ടുള്ളതുകൊണ്ട് ഇത്തവണ അവൾ ഫോട്ടോ എടുക്കണം എന്നുള്ള ഒറ്റ മൈൻഡിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ അവിടെ ലൈറ്റ് ഹൗസിൻ്റെ ഒക്കെ അടുത്ത് നിന്നിട്ട് അവൾക്ക് അർഷി ഫോട്ടോ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവരിങ്ങോട്ട് വന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്നൊരു വീഡിയോ എടുക്കാൻ വേണ്ടി അവൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്തിട്ട് ഞാൻ നടന്നു പിന്നെ അവൻ വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ ഫോൺ അവിടെ വെച്ചോ, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ജസ്മീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് കൂടെ ഉണ്ടായിരുന്നു. അവനാണ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നത് വീഡിയോ എടുക്കാൻ അവൻ്റെ കയ്യിൽ ഫോൺ ഏൽപ്പിച്ചപ്പോൾ ഇവൻ ഇപ്പുറത്തുനിന്ന് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന വീഡിയോ ഇവിടെ നിന്ന് എടുക്കണ്ടായി. ഏതായാലും 2 ആംഗിളിൽ നിന്നും ഷൂട്ട് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അവരെല്ലാവരും. This is a workout. Yeah. We'll catch you. എൻ്റെ അമ്മയോടും ഫ്രണ്ട്സിനോടും ചോദിച്ചറിയാം, ഒരുമാതിരിപ്പെട്ട സ്ഥലങ്ങളൊക്കെ ചാടി ഓടി നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ അവർ ഓൾറെഡി ചാടിയായിരുന്നു. ആ ചാടിയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയപ്പോൾ താഴെ ഒരു കിണറിലേക്ക് ചാടുന്ന പോലെ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് അവർക്കും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് ചാടാൻ വേണ്ടിയിട്ട്. ഞാനവിടെ പോയപ്പോൾ എന്ത് ഗർത്താണെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇത് പറഞ്ഞ് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട, പിന്നെ ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയണത് ആലോചിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ റിസ്ക് എടുക്കാതെ കുറച്ച് നല്ല വഴി കൂടെ അവിടെ വരെ എത്തി. അവിടെ എത്തിയപ്പോൾ കാണാൻ എന്താ പറയുക, നടന്നു വന്ന അത്രയും വേർത്തായിരുന്നു. എനിക്ക് വീഡിയോയിൽ അത്രയും ഭംഗി ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ കാണാൻ. ശരിക്കും ഒരു വൈകുന്നേര സമയത്തൊക്കെ അവിടെ അത് നോക്കിയിരിക്കാൻ വേണ്ടി നല്ല ഭംഗിയുണ്ടായിരിക്കും. പക്ഷേ ഈ കാറ്റുകൊണ്ട് നമുക്ക് അധിക സമയം അവിടെ നിൽക്കാൻ പറ്റിയില്ല. തണുപ്പ് ടെമ്പറേച്ചർ ഒരു 10-9 ഒക്കെ ആയിരുന്നെങ്കിലും ഈ കാറ്റുകൊണ്ട് നമുക്കത് ഭയങ്കര തണുപ്പായിട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ചെവിയുടെ അകത്തോട്ടൊക്കെ കാറ്റടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്ന് ഇതൊക്കെ കണ്ട് ഇനി തിരിച്ചു പോകണം. അവർ ഓൾറെഡി അവിടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു സമയം ആയപ്പോഴേക്കും എല്ലാവർക്കും വിശപ്പും ഉണ്ടായിരുന്നു. ഓൺ ദ വേ ജസ്മിത് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ടു ബി ഹോണസ്റ്റ്, ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി, സോറി. എന്തായാലും ഞങ്ങൾ അവിടെ വന്നു. ഇത് എന്താ പറയുക, നല്ല എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. ആദ്യം നമ്മൾ നമ്മുടെ പേരും ഡീറ്റെയിൽസും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്യണം. അങ്ങനെ അത് ഓരോരുത്തരുടെയും ചെയ്യണം. അങ്ങനെ ഓരോരുത്തരും ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഓരോ സോക്സ് തരും. അപ്പോൾ അത് ഇതിൽ നടക്കുമ്പോൾ കാലിന് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് താഴെ ഗ്രിപ്പുള്ളൊരു സോക്സ് ആയിരുന്നു. അങ്ങനെ എല്ലാവരും സോക്സൊക്കെ ഇട്ട്, പിന്നെ പിള്ളേരും വലിയവരും എല്ലാവരും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെയൊന്നും പിന്നെ നോക്കണ്ട, മാക്സിമം യൂട്ടിലൈസ് ചെയ്തു ഞാനൊക്കെ. അങ്ങനെ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. ഞാനിപ്പോൾ നേരത്തെ വീണ ആ വീഴ്ച എന്തായാലും റിയൽ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കും. സാധാരണ ബൈക്കൊക്കെ ആക്സിഡൻ്റ് ആവാൻ പോകുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീലായിരുന്നു. എങ്ങടെ ഈ പോണേന്നൊരു ഇതുണ്ടായിരുന്നില്ല. അവിടെ പോയി കറക്റ്റ് സ്ഥലത്ത് ലാൻഡ് ചെയ്തത് നന്നായി. പിന്നെ എല്ലാവരും അവിടെ കാണുന്ന എല്ലാത്തിലും കയറി ചാടി മറിഞ്ഞ് കളിച്ച് ടയേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് ഞങ്ങൾ KFC കഴിച്ചത് മാത്രമേ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. നല്ല ടയേർഡായിരുന്നു. ടയേർഡായിട്ട് എല്ലാവരും മുഖമൊക്കെ എന്താ പറയുക, നമ്മളിപ്പോൾ സാധാരണ കോളേജിലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഭയങ്കരമായി ഡാൻസ് കളിച്ച് തമർത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു ക്ഷീണം ഉണ്ടാവില്ലേ, ആ ക്ഷീണം പീക്കായിട്ടാണ് എല്ലാവരും ഇവിടുന്ന് പോയത്. കൊച്ചു കുട്ടികളുടെ പോലെ ആയിരുന്നു. അത് ഒരാളെ പറയാനില്ല, ഞങ്ങൾ 5 പേരും അങ്ങനെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഒരേ വൈബായപ്പോൾ അത് നല്ല രസമായിരുന്നു. പിന്നെ അപ്പുറത്തൊരു ചെറിയ കുട്ടി ഉണ്ടായി. അവൾ ഞങ്ങളെ കണ്ടിട്ട് അവിടെ കുറേ നേരം നോക്കി നിൽക്കും, പിന്നെ തിരിച്ചു പോവും. ആളുടെ അമ്മയുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളിച്ചപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നു. അപ്പം ഞങ്ങളുടെ ഈ ഓട്ടവും ചാട്ടവും കളിയൊക്കെ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടുണ്ടായി.
അതിന് ഞങ്ങളുടെ അടുത്ത് കുറച്ച് നേരം വന്നിരുന്നു, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അവളുടെ പേര് ബെത്തനി എന്നായിരുന്നു. അവളുടെ അമ്മയ്ക്കും ഞങ്ങളെ കൂടെ അവൾ വരുമ്പോൾ അവരുടെ കൂടെ പോയി കളിച്ചോ എന്ന് പറഞ്ഞിട്ട് അവളെ ഞങ്ങളുടെ അടുത്തേക്ക് വിടുമായിരുന്നു. വൺ അവറിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ആദ്യം കയറിയത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങനെയായിരുന്നു. അപ്പോൾ 1 അവർ കഴിഞ്ഞപ്പോഴത്തേനും ഓൾമോസ്റ്റ് എല്ലാവരുടെ കുത്തിമറിച്ചിലും കഴിഞ്ഞപ്പോൾ നല്ല ടയേർഡായിരുന്നു. പിന്നെ അവിടെ മസാജ് ചെയ്യാനുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. $1 2 minutes. അങ്ങനെ എല്ലാവരും 2 മിനിറ്റ് വെച്ചിട്ട് ചെറിയ മസാജ് ആവാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും മസാജ് നന്നായി ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു ലോകത്ത് ഞാൻ മാത്രമേ മസാജിനോട് വലിയ താല്പര്യമില്ലാത്ത ആളുള്ളൂ. എനിക്കതിലിരുന്ന് ഇക്കിളിയായിട്ട് എണീറ്റ് ഓടാൻ തോന്നായിരുന്നു. കാലിൻ്റെ അവിടെ മാത്രം നല്ല സുഖം ഉണ്ടായിരുന്നു. കാലിങ്ങനെ കംപ്രസ് ആയിരിക്കുമ്പോൾ അത് രസമുണ്ടായിരുന്നു. അതങ്ങനെ. ഹലോ ഗായ്സ്, അത് ഞാൻ പറയിച്ചല്ല കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ വെൽക്കം ടു പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ ഇനിഷ്യേറ്റീവ് എടുത്ത് എല്ലാവർക്കും കൊണ്ടും പറയിച്ച വീഡിയോ ആയിരുന്നു അത്. ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും എല്ലാവർക്കും നന്നായി വിശക്കാൻ തുടങ്ങി. അപ്പം ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് മതി എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ ഏതാണോ റെസ്റ്റോറൻറ്റ് തപ്പി ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പോയി. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് എന്തൊക്കെയായിരുന്നെന്ന് കാണിക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഞങ്ങൾ തിരിച്ചു പോവാണ് ഗൈസ്. കഴിഞ്ഞു. എവറിത്തിങ് ഈസ് ഡൺ. ഹലോ അതെന്താ അവിടെ ഒരു വീണ് ഇതാന്റെ പൂച്ചയെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. പരിപാടികൾ കഴിഞ്ഞു. ഞങ്ങളെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. ഇപ്പൊ സമയം 7:30 പക്ഷെ പുറത്ത് നല്ല ലൈറ്റ് ഉണ്ട്. വരുന്ന വഴിക്ക് പിന്നെയും ഞങ്ങൾക്ക് ഐസ്ക്രീം കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെ എല്ലാവരും കൂടെ ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി ഡയറി ക്യൂനിൽ പോയി. ഇത് ബ്ലിസാർഡ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഇങ്ങനെ അതിങ്ങനെ എന്താ പറയുക, കമിഴ്ത്തുക എന്നാണ് ഞങ്ങളുടെ അവിടെ പറയുക. ഇങ്ങനെ കമിഴ്ത്തി പിടിച്ചാലും സാധനം പുറത്തേക്ക് വീഴും. മിഥുനൊന്നും വേണ്ടത്രേ. ഫുഡും കഴിച്ച് ഞങ്ങൾ ഡയറി ക്യൂവിൽ വന്ന് ഐസ്ക്രീമും കഴിച്ചു. ഇപ്പം അത്യാവശ്യം ഫുള്ളായി. ഇനി വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതി. നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ അത്രയ്ക്കുള്ളൂ. അപ്പം ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണുന്നവരെ ബൈ.